എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഹാർഡ്വെയർ? ഹാർഡ്വെയർ എന്ന് കേൾക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണ് എന്ന് തോന്നും. പക്ഷെ നിങ്ങൾക്ക് അല്പം കൂടി കഴിഞ്ഞിട്ട് മനസ്സിലാവും എന്താണ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതികമായ ഭാഗമാണ്. അതായത് നമുക്ക് നേരിട്ട് കാണാനും തൊടാനും കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തിനെയാണ് ഹാർഡ്വെയർ എന്ന് നാം വിളിക്കുന്നത്. അതിൽ കമ്പ്യൂട്ടറിലെ പ്രധാന ഹാർഡ്വെയറുകളാണ് പ്രൊസസ്സർ, മദർബോർഡ്, റാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് തുടങ്ങിയവ. നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് എന്താണ് പ്രൊസസ്സർ അല്ലെങ്കിൽ എന്താണ് മദർബോർഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും അദ്ദേഹത്തിന് നൽകുന്ന മറുപടി? ആദ്യമായി എന്താണ് മദർബോർഡ്? മദർബോർഡ് എന്നത് കമ്പ്യൂട്ടറിലെ എല്ലാ ഭാഗങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ബോർഡാണിത്. ഇതൊരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ്. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് CPU സോക്കറ്റ്. CPU സോക്കറ്റ് എന്നത് പ്രൊസസ്സറിനെ മദർബോർഡുമായി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോക്കറ്റാണ്. പിന്നുള്ളതാണ് എക്സ്പാൻഷൻ സ്ലോട്ട്. ഇതിൽ ഗ്രാഫിക് കാർഡ്, സൗണ്ട് കാർഡ് തുടങ്ങിയ കാര്യങ്ങൾ മദർബോർഡുമായി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നുള്ളതാണ് സ്റ്റോറേജ് കണക്ടർ, ബാക്ക് പാനൽ പോർട്ട് തുടങ്ങിയവ. അടുത്തതായി പ്രൊസസ്സർ. പ്രൊസസ്സർ എന്നത് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ്. പ്രൊസസ്സറിന് മറ്റൊരു പേരും കൂടിയുണ്ട്, അതാണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പ്രൊസസ്സറിലൂടെയാണ്. ഈ പ്രൊസസ്സറിൻ്റെ ചില പ്രധാന ഭാഗങ്ങളാണ് ALU, CU, രജിസ്റ്റർ. ഇതിൽ ALU എന്നത് അരിത്തമാറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് ആണ്. മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ കണക്ക് കൂട്ടലുകൾ നടക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ CU എന്നത് കൺട്രോൾ യൂണിറ്റ് എന്നതാണ്. ഇതാണ് മറ്റു ഭാഗങ്ങളെ നിയന്ത്രിക്കുന്നത്. പ്രൊസസ്സർ അല്ലെങ്കിൽ CPU എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചിലരെങ്കിലും ഇങ്ങനത്തെ ഒരു ഇമേജ് ആയിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്. എന്നാൽ ശരിക്കും ഒരു CPUവിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തതാണ് റാം എന്നാൽ റാൻഡം ആക്സസ് മെമ്മറി. ഇത് വളരെ വേഗതയേറിയ കമ്പ്യൂട്ടറിലെ ഒരു മെമ്മറിയാണ്. ഇതൊരു ടെമ്പററി മെമ്മറിയാണ് അല്ലെങ്കിൽ താൽക്കാലിക മെമ്മറി. എന്ന് വെച്ചാൽ നമ്മളൊരു ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി അല്ലെങ്കിൽ ലാപ്ടോപ്പ് സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ച് ഓണാക്കി വരുമ്പോൾ നമ്മൾ ആ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പോർഷൻ പോകുന്നതായിരിക്കും. കാരണം റാം ഒരു ടെമ്പററി മെമ്മറിയാണ്. ഇതൊരു ടെക്നോളജിയുടെ കാലമാണ്. അപ്പോൾ ടെക്നോളജിയിലെ അതിൻ്റെ ബേസിക്കുകൾ, അതിൻ്റെ അടിസ്ഥാന ഘട്ടങ്ങൾ പഠിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്കുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പറഞ്ഞ റാം, പ്രൊസസ്സർ എന്നിവയൊന്നും ഈ ചെറിയ സെൻറ്റൻസ് കൊണ്ട് നിൽക്കുന്നതല്ല. ഇതിനെപ്പറ്റി പറയാൻ ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ 50 പേർ ഈ വീഡിയോയ്ക്ക് താഴെ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വളരെ ലളിതമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല ഉദാഹരണങ്ങളോടുകൂടി ഞാൻ അവതരിപ്പിച്ച് കുറേ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ഫ്രണ്ടിന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.